നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് കർത്താവായ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെക്കുറിച്ചാണ്. കർത്താവായ യേശു ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയത് കഴുതയുടെയും കഴുതക്കുഞ്ഞിൻ്റെയും പുറത്തിരുന്നു കൊണ്ടാണ്. കർത്താവായ യേശു ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയത് കഴുതയുടെയും കഴുതക്കുഞ്ഞിൻ്റെയും പുറത്ത് ഇരുന്നു കൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 4ഉം 5ഉം തിരുവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 4ഉം 5ഉം തിരുവചനം ഇപ്രകാരമാണ്: അത് പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് യേശു കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തിരുന്ന് ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയത്. തിരുവചനം ഇങ്ങനെയാണ്: സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്യതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തിരുന്ന് നിന്റെ അടുത്തേക്ക് വരുന്നു. ഈ തിരുവചനം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിനായി കഴുതയെയും കഴുതക്കുട്ടിയെയും ഉപയോഗിച്ചത്.